Hello everyone, welcome to Catalyst Education. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് +2 ബിസിനസ് സ്റ്റഡീസിലെ ഓർഗനൈസിംഗ് എന്ന ചാപ്റ്ററിലെ ഒരു ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് സ്പാൻ ഓഫ് മാനേജ്മെന്റ് അഥവാ സ്പാൻ ഓഫ് കൺട്രോൾ. സോ വാട്ട് ഈസ് സ്പാൻ ഓഫ് മാനേജ്മെന്റ്? സ്പാൻ ഓഫ് മാനേജ്മെന്റ് refers to the number of subordinates that can be effectively managed by a superior. എന്താ പറയുന്നത്? യെസ്, ഒരു സുപ്പീരിയർക്ക്, ഒരു മേലുദ്യോഗസ്ഥനെ എഫക്റ്റീവായിട്ട് കാര്യക്ഷമമായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കാവുന്ന അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കാൻ സാധിക്കുന്ന സബോർഡിനേറ്റ്സിന്റെ എണ്ണത്തെ അഥവാ കീഴ് ജീവനക്കാരുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പാൻ ഓഫ് മാനേജ്മെന്റ് അഥവാ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് സ്പാൻ ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്പാൻ ഓഫ് കൺട്രോൾ? അതായത് ഒരു മേലുദ്യോഗസ്ഥന്, ഒരു സുപ്പീരിയർക്ക് ഏറ്റവും കാര്യക്ഷമമായിട്ട് മേൽനോട്ടം വഹിക്കാൻ കഴിയുന്ന ജീവനക്കാരുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പാൻ ഓഫ് മാനേജ്മെന്റ് അഥവാ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ ഒരു സുപ്പീരിയർ, ഈ സുപ്പീരിയർക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട്, ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന സബോർഡിനേറ്റ്സിന്റെ എണ്ണം. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് വേർഡ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു വലിയ ഹാളിൽ ഒരു എക്സാം നടക്കുകയാണ്. 1000 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. 1000 സ്റ്റുഡൻസിനെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഒരു വലിയ ഹാളിൽ ഒരു എക്സാം നടത്തുന്നു. ഓക്കെ, സോ ആ എക്സാം നടത്തുന്നതിന് ആകെ ഒരൊറ്റ ടീച്ചർ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ആ മുഴുവൻ 1000 കുട്ടികളെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഒരേ ഒരു ടീച്ചർ മാത്രമാണ്. സോ പ്രോപ്പർ ആയിട്ട് എക്സാം കൺട്രോൾ ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. കാരണം ഒരു ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പറയുന്ന 1000 സ്റ്റുഡൻസിനെ ഒരേ സമയം പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് ആ എക്സാം കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. സ്വാഭാവികമാണ് അല്ലെ? സോ എന്നാൽ ഒരു 20 സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഒരു ചെറിയ ക്ലാസ് റൂം, ആ ക്ലാസ് റൂമിൽ ഒരു 20 സ്റ്റുഡൻസ് ഉണ്ട്. സോ ഒരു ടീച്ചർ ആവുന്ന സമയത്ത് എന്ത് ചെയ്യാൻ സാധിക്കും? ആ മുഴുവൻ കുട്ടികളെയും 20 സ്റ്റുഡൻസിനെയും ഒരു ടീച്ചർക്ക് പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് ആ എക്സാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. റൈറ്റ്? സോ അതേ കാര്യം ഒരു ബിസിനസ് ഓർഗനൈസേഷനകത്തേക്ക് വരുന്ന സമയത്തും ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവുന്ന സമയത്ത്, ഒരു 100-200 എംപ്ലോയീസ് ഉണ്ടാവുന്ന സമയത്ത് ഒരു സബോർഡിനേറ്റ്സിന് ഒരേ സമയം ഇത്രയും എംപ്ലോയീസിനെ ഒരേ സമയം ചിലപ്പോൾ കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല. റൈറ്റ്? സോ ഒരു നിശ്ചിത എണ്ണം എംപ്ലോയീസിനെ എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു സുപ്പീരിയർക്ക്, ഒരു മേലുദ്യോഗസ്ഥന് ഒരു സമയം കൺട്രോൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മേൽനോട്ടം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. സോ ഇത്തരത്തിൽ ഒരു മേലുദ്യോഗസ്ഥനെ ഏറ്റവും എഫക്റ്റീവായിട്ട്, ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന, മേൽനോട്ടം വഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ജീവനക്കാരുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പാൻ ഓഫ് കൺട്രോൾ അഥവാ സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഓക്കെ, രണ്ട് ടേമും കൂടെ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് നാരോ സ്പാൻ ഓഫ് കൺട്രോൾ ആൻഡ് വൈഡ് സ്പാൻ ഓഫ് കൺട്രോൾ. ഓക്കെ, സോ ഒരു മേലുദ്യോഗസ്ഥന്റെ കീഴില് കുറഞ്ഞ എണ്ണം സബോർഡിനേറ്റ്സ് ആവുന്ന സമയത്ത് അവിടെ തലങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൈറ്റ്? സോ ഇത്തരത്തില് ഒരു സുപ്പീരിയറുടെ, ഒരു മേലുദ്യോഗസ്ഥന്റെ കീഴില് വരുന്ന സബോർഡിനേറ്റ്സിന് എണ്ണം കുറവാവുന്ന സമയത്ത് അവിടെ തലങ്ങളുടെ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് കൂടും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നാരോ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? മേലുദ്യോഗസ്ഥന്റെ കീഴിൽ കുറഞ്ഞ എണ്ണം സബോർഡിനേറ്റ്സ് മാത്രമേ ഉണ്ടാവൂ. അങ്ങനെ ആവുന്ന സമയത്ത് എന്ത് കൂടും? ലെവൽസ് ഓഫ് മാനേജ്മെന്റ് കൂടും, ലെവൽസ് വർദ്ധിച്ചു വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് നാരോ സ്പാൻ ഓഫ് കൺട്രോൾ. നെക്സ്റ്റ്, വൈഡ് സ്പാൻ ഓഫ് കൺട്രോൾ. അതായത് ഒരു മേലുദ്യോഗസ്ഥന്റെ കീഴിൽ ഒരുപാട് എംപ്ലോയീസ് വരുന്നു, ഒരുപാട് ജീവനക്കാർ വരുന്ന സമയത്ത് അവിടെ തലങ്ങളുടെ എണ്ണം എന്ത് ചെയ്യും? കുറയും. തലങ്ങളുടെ എണ്ണം, ലെവൽസ് കുറയും. എന്നാൽ എന്താണ്? എംപ്ലോയീസിന്റെ എണ്ണം, അതായത് ഒരു മേലുദ്യോഗസ്ഥന്റെ കീഴിൽ വരുന്ന എംപ്ലോയീസിന്റെ എണ്ണം, ജീവനക്കാരുടെ എണ്ണം വർദ്ധിക്കും, കൂടും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വൈഡ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നാരോ സ്പാൻ ഓഫ് കൺട്രോളിന്റെ കേസിൽ ഒരു ഉദ്യോഗസ്ഥന്റെ കീഴിൽ വരുന്ന സബോർഡിനേറ്റ്സിന്റെ എണ്ണം, ജീവനക്കാരുടെ എണ്ണം കുറവായിരിക്കും. അവർക്ക് കൺട്രോൾ ചെയ്യേണ്ട, അവർ മേൽനോട്ടം വഹിക്കേണ്ട ജീവനക്കാരുടെ എണ്ണം കുറവായിരിക്കും. അത്തരം സാഹചര്യത്തിൽ ലെവൽസ് വർദ്ധിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ നാരോ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇവിടെ വൈഡ് സ്പാൻ ഓഫ് കൺട്രോളിൽ വരുന്ന സമയത്ത് ഒരു മേലുദ്യോഗസ്ഥന്റെ കീഴിൽ ജീവനക്കാരുടെ എണ്ണം, മേലുദ്യോഗസ്ഥൻ നിയന്ത്രിക്കേണ്ടുന്ന അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കേണ്ടുന്ന കീഴ് ജീവനക്കാരുടെ എണ്ണം വർദ്ധിക്കും. അത്തരം സാഹചര്യത്തിൽ തലങ്ങളുടെ എണ്ണം കുറയും. സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വൈഡ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ പറയുന്ന സമയത്ത് നമുക്കറിയാം എണ്ണം, ജീവനക്കാരുടെ, അതായത് മേൽനോട്ടം വഹിക്കേണ്ടുന്നവരുടെ എണ്ണം
കുറയുന്ന സമയത്ത് അവിടെ ഏറ്റവും നന്നായിട്ട് നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും അല്ലെ. ഒരു എക്സാം ഹോൾ എടുക്കുന്ന സമയത്ത് അവിടെ ഒരു ക്ലാസ് റൂമിൽ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരു ടീച്ചർക്ക് ഏറ്റവും പ്രോപ്പറായിട്ട് മുഴുവൻ കോൺസെൻട്രേഷനും ആ കുട്ടിക്ക് കൊടുക്കാൻ സാധിക്കും അല്ലെ. അല്ലെങ്കിൽ ഒരു 10 കുട്ടികളെ ഉള്ളൂ 20 കുട്ടികളെ ഉള്ളൂ എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് ആ എക്സാം കണ്ടക്ട് ചെയ്ത് കൊണ്ടുപോകാൻ ആ ടീച്ചർക്ക് സാധിക്കും. എന്നാൽ ഒരു ഹാളിലേക്ക് ഒരു 1000 പേര് വരുന്ന സമയത്ത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. സോ ഒരു മാനേജർക്ക് അല്ലെങ്കിൽ ഒരു മേലുദ്യോഗസ്ഥന് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന, മേൽനോട്ടം വഹിക്കാൻ സാധിക്കുന്ന ഒരു നിശ്ചിത എണ്ണം ജീവനക്കാരുണ്ടാവും. സോ അത് എത്രയാണ് അല്ലെങ്കിൽ ആ എണ്ണം എങ്ങനെയായിരിക്കും എന്ന് കാണുന്ന അല്ലെങ്കിൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ് എന്ത്, സ്പാൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഇൻ ഷോർട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് എന്ത് പറയാം, ഒരു മേലുദ്യോഗസ്ഥന് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് മേൽനോട്ടം വഹിക്കാൻ കഴിയുന്ന ജീവനക്കാരുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന പദമാണ് എന്ത്, യെസ്, സ്പാൻ ഓഫ് കൺട്രോൾ അഥവാ സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം.